إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أوصيكم وإياي أولا بما وصى الله به الأولين والآخرين أن اتقوا الله فاتقوا الله يا عباد الله اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നോമ്പുകാരായിട്ടുള്ള അടിമകളെ, നശ്വരമായ ഈ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് കഴിവിനനുസരിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായി ജീവിക്കണമെന്നും റമദാനിലൂടെ ആ തഖ്വ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും ആദ്യത്തിൽ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റമദാനിലൂടെ തഖ്വ കൈവരിക്കുവാനും യഥാർത്ഥ മുഅ്മിനീങ്ങളായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയായിരിക്കാം ഇന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു ബോധത്തോടു കൂടി ആ യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നാം ഓരോരുത്തരും ഇവിടെ ഇരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ അവസാനിക്കാറാകുമ്പോൾ നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരം നാം സ്വയം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും റമദാനിൻ്റെ തുടക്കത്തിൽ പല ആഗ്രഹങ്ങളും പല പ്ലാനുകളും അതുപോലെ തന്നെ തീരുമാനങ്ങളും ഉണ്ടായിരിക്കും. ഈ റമദാനിൽ മാറണം, ഈ റമദാൻ പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുക്കണം എന്നെല്ലാം ആഗ്രഹിച്ച ഒരുപാട് പേർ നമുക്കിടയിലുണ്ടാകും. സത്യത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനോട് വേണ്ടത്ര അടുക്കുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനുമെല്ലാം നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ട് അത് വിട പറയുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനായിക്കൊണ്ട് ഒരാളുണ്ടെങ്കിൽ അയാൾ നശിക്കട്ടെ എന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു റമദാൻ കടന്നു വന്നിട്ടും തൻ്റെ പാപങ്ങൾ കഴുകിക്കളയുവാൻ ഒരുവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മുടെ പാപങ്ങൾ പുറത്ത് നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിനുവേണ്ടി പാപങ്ങൾ പുറത്ത് കിട്ടുവാനും
അള്ളാഹു നമ്മുടെ പാപങ്ങൾ ഒഴിവാക്കുവാനുമെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മിമ്പറിൽ കയറിയപ്പോൾ 3 തവണ ആമീൻ പറഞ്ഞ സന്ദർഭം നമുക്കറിയാം. സ്വഹാബാക്കൾ ചോദിച്ചു, എന്തിനാണ് അവിടുന്ന് ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അദ്റക റമളാൻ ഫലം യഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹ്. ഒരുവന് റമളാൻ എത്തിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് പൊറുത്തിട്ടില്ല, അവൻക്ക് പൊറുക്കപ്പെട്ട അവസ്ഥയിലല്ല റമളാൻ അവനിൽ നിന്ന് വിട പറഞ്ഞത്. അങ്ങനെയുള്ളവൻ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞതാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്ക് മുമ്പിൽ ഇനി ഏതാനും ചില ദിവസങ്ങൾ, വിരലിൽ എണ്ണാവുന്ന ചില ദിവസങ്ങൾ മാത്രമാണ് റമളാനിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ പരിശ്രമം, ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അള്ളാഹുവിനോട് കാര്യമായിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ എടുത്തു പറയുവാനും നമുക്കുണ്ടായ അബദ്ധങ്ങൾ എടുത്തു പറയുവാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നാം നിരാശപ്പെടരുത്. ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി നാം ഉപയോഗിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 22, 23 ദിവസങ്ങളിൽ നമുക്കുണ്ടായ അബദ്ധങ്ങൾ ഉണ്ടാകും. നോമ്പിനെ ബാധിക്കുന്ന, റമളാനിനെ ബാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ അടുക്കൽ വന്നിട്ടുള്ള അബദ്ധങ്ങൾ, അറിഞ്ഞും അറിയാതെയും ഉണ്ടായ അബദ്ധങ്ങളും പോരായ്മകളും ഉണ്ടാകും. നോമ്പിനെ നാം വേണ്ടത്ര ഗൗനിക്കാതിരുന്നത്, റമളാനിന് കൊടുക്കേണ്ട ഗൗരവം നാം കൊടുക്കാതിരുന്നതെല്ലാം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാകും. അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മുടെ അവസരം തീർന്നിട്ടില്ല. വരുന്ന ദിനരാത്രങ്ങൾ നമുക്ക് മുമ്പിൽ കിട്ടിയിട്ടുള്ള വലിയൊരു നിധിയാണ് എന്നുള്ളതാണ്. ആ ദിവസങ്ങളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും പ്രാർത്ഥനകൾ കൊണ്ട് സമ്പുഷ്ടമാക്കുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട, നമുക്ക് ലഭിച്ചിട്ടുള്ള നിധികളിൽപ്പെട്ട ഒന്നാണ് ഈ അവസാന ദിനരാത്രങ്ങൾ എന്നുള്ളത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, റമളാനിന്റെ തുടക്കത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ അവർക്ക് ഈ അവസാന 10 ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. അവരിൽ പലരും 6 അടി മണ്ണിൽ ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിൽ ഖബറിലാണ്. മറ്റു പലർ അവർ ശരീരമാകെ അസ്വസ്ഥതപ്പെട്ട്, ശരീരത്തിന്റെ ബുദ്ധിമുട്ട് കാരണം പള്ളികളിലേക്ക് വരാൻ കഴിയാതെ, അള്ളാഹുവിനെ അവർ ഉദ്ദേശിച്ച രൂപത്തിൽ ഇബാദത്തിൽ മുഴുകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലേക്ക് കടക്കുവാനും റമളാന്റെ അവസാന ദിനരാത്രങ്ങളിലേക്ക് കടക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി എന്നുള്ളത് വളരെ വലിയൊരു അനുഗ്രഹമാണ്. ഒരുപക്ഷെ റമളാന്റെ തുടക്കത്തിൽ നമുക്ക് വലിയ ആവേശവും അതുപോലെ തന്നെ വേണ്ടത്ര താല്പര്യവും ഇല്ലാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവരും നിരാശപ്പെടരുത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. കാരണം ഏതൊരു കാര്യവും അതിൻ്റെ അവസാനം ഭംഗിയാവുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. ഉദാഹരണമായി നാം നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അള്ളാഹുവിന് വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അവസാനം അയാളുടെ മരണസമയത്ത് അയാൾ എങ്ങനെയാണോ അത് അനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ വിധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരുവന്റെ അവസാന സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവസാനം പരിഗണിച്ചുകൊണ്ടാണ് അയാൾക്ക് അവിടെ സ്വർഗ്ഗപ്രവേശനം ലഭിച്ചിട്ടുള്ളത്. ഇനി നിസ്കാരത്തിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ, നിസ്കാരത്തിൽ അള്ളാഹുലേക്ക് ഏറ്റവും അടുപ്പമുള്ള സുജൂദ്, ആ സുജൂദിന് ശേഷം ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും വളരെ ദൈർഘ്യമേറിയ പ്രാർത്ഥനകൾ അവൻ പറയുന്നതും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും നമസ്കാരത്തിന്റെ അവസാനത്തിലുള്ള തശഹുദിൽ, ആ ഇരുത്തത്തിലാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, കർമ്മങ്ങൾ അത് പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനത്തിലെ അവസ്ഥ നോക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്രകാരം റമളാന്റെ അവസാനം ഏറ്റവും മികച്ചതാക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ നിയ്യത്തുകളും ഉണ്ടാകേണ്ടത്. ഒരു പക്ഷേ റമളാന്റെ തുടക്കത്തിൽ അലംഭാവം കാണിച്ച്, റമളാന്റെ തുടക്കത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ അവസാനത്തിലും അലംഭാവം കാണിക്കുന്നവരുണ്ടാകും. ആ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടരുത്. എന്നാൽ മറ്റു ചിലർ റമളാന്റെ തുടക്കത്തിൽ വലിയ ആവേശവും അതുപോലെ തന്നെ പള്ളികളിലേക്ക് നിരന്തരമായി വന്ന്, എന്നാൽ റമളാൻ അവസാനിക്കുമ്പോൾ അവർക്ക് തുടക്കത്തിലുണ്ടായിരുന്ന ആവേശമില്ലാതെ
അവർ അലംഭാവത്തിലും അതുപോലെ തന്നെ അലസതയിലുമാണ്. ആ കൂട്ടത്തിലും നാം ഉൾപ്പെടരുത്. നമ്മുടെ റമദാന്റെ തുടക്കം എങ്ങനെയാണ് എന്നുള്ളത് അല്ല, മറിച്ച് റമദാന്റെ ഒടുക്കത്തിൽ എപ്രകാരമാണ് നാം അള്ളാഹുവിലേക്ക് അടുക്കുന്നത്, എപ്രകാരമാണ് ദീനിന്റെ കാര്യത്തിൽ നമ്മൾ നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. പറ്റിപ്പോയ അബദ്ധങ്ങൾ ഉണ്ടാകും. അതൊന്നും നമ്മെ വളരെയധികം സങ്കടപ്പെടുത്തേണ്ടതില്ല, മറിച്ച് അതിൽ നിന്നെല്ലാം തൗബ ചെയ്ത് മടങ്ങുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. ഈ റമദാനിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് പാരായണം ചെയ്യുവാനും അതിലെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുവാനും എത്ര സമയം നാം ഓരോരുത്തരും മാറ്റിവെച്ചു എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ വന്നിട്ടും ഒരു തവണ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് നാം ഓരോരുത്തരും ഖുർആൻ പാരായണം ചെയ്യുക? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിലൂടെ ഒരുപാട് സ്മരണകൾ, ചരിത്രങ്ങളിലെ ഒരുപാട് സ്മരണകൾ, സ്വഹാബാക്കളുടെ ത്യാഗ കഥകൾ, അതെല്ലാം നാം അയവിറക്കിയിട്ടുണ്ട്, അതെല്ലാം ഓർത്തിട്ടുണ്ട്. അത്തരത്തിൽ ദീനിനു വേണ്ടി ത്യാഗം സഹിക്കുവാൻ പ്രാപ്തമായ ഒരു ഈമാൻ നമ്മുടെ ഖൽബിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ റമദാൻ കടന്നു വന്നപ്പോൾ ബദറിന്റെ തൗഹീദിനു വേണ്ടി ആദർശ മേഖലയിൽ അടിയുറച്ച ബദറിന്റെ സ്മരണകൾ നാം കേട്ടിട്ടുണ്ട്, നാം മനസ്സിലാക്കിയിട്ടുണ്ട് ബദറിലെ സന്ദർഭങ്ങൾ. എന്നാൽ തൗഹീദിനു വേണ്ടി നിലകൊള്ളുവാനും ആ തൗഹീദ് നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം അത് സത്യസന്ധമാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നാം നമ്മുടെ നെഞ്ചത്ത് വെച്ച് നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നാം ഒരിക്കലും പരാജിതരാണ് എന്നോ നാം നശിച്ചിട്ടുണ്ടോ എന്നോ നമുക്കിനി അവസരമില്ല എന്നല്ല, മറിച്ച് നമുക്ക് ഇനിയും അവസരമുണ്ട്. കഴിഞ്ഞു പോയതിൽ ചിന്തിച്ച് അത് തിരുത്തണമെന്ന് സൂചിപ്പിക്കുവാനാണ്. ഇനിയുള്ള വിരലിലെണ്ണാവുന്ന കേവലം ചില ദിവസങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ഈ അവസാന 10 ഏറ്റവും പുണ്യമേറിയ ദിനരാത്രങ്ങൾ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ പള്ളികളിൽ കഴിച്ചുകൂടുവാനും പ്രത്യേകിച്ച് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാവുകളിൽ പള്ളികളിൽ കഴിഞ്ഞുകൂടുവാൻ എത്ര തിരക്കുണ്ടെങ്കിലും പകലിൽ സാധിച്ചിട്ടില്ലെങ്കിൽ രാത്രികളിൽ അള്ളാഹുവിനു വേണ്ടി പള്ളികളിലേക്ക് മാറിയിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത്, നാം നമ്മോട് തന്നെ ചോദിച്ച് നമ്മോട് തന്നെ വിലയിരുത്തി സ്വന്തത്തോട് ആത്മവിചാരണ നടത്തേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ എന്നെ റമദാനിന്റെ കാര്യത്തിൽ നിന്ന്, നോമ്പിന്റെ ചൈതന്യത്തിൽ നിന്ന് എന്നെ തെറ്റിച്ച, എന്നെ ബാധിച്ച കാര്യം എന്താണ് എനിക്ക് വഴിതെറ്റിപ്പോകാൻ കാരണമായത്? ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണാകും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരാകും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സന്ദർഭങ്ങൾ, രാത്രികളിൽ തറാവീഹ് ഒഴിവാക്കിക്കൊണ്ട് നാം അങ്ങാടികളിലൂടെ നടന്ന സന്ദർഭങ്ങൾ, അതെല്ലാമായിരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ മാത്രം, 6-7 ദിവസങ്ങൾ മാത്രം, അത് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാം എന്നൊരു ബോധത്തോടു കൂടിയായിരിക്കണം ഇനിയുള്ള ദിവസങ്ങൾ നാം ജീവിക്കേണ്ടത്. മൊബൈൽ ഫോൺ ഒഴിവാക്കാൻ സാധിക്കുന്നവർ അത് ഒഴിവാക്കിക്കൊണ്ട്, കൂട്ടുകാരാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ കുറച്ച് ദിവസം മാറിയിരിക്കുകയാണ്, എൻ്റെ വിജയത്തിന് വേണ്ടി, ആഖിറത്തിൽ എനിക്ക് വിജയിക്കുവാൻ വേണ്ടി അള്ളാഹുവിന് വേണ്ടി കുറച്ച് ദിവസം ഞാൻ മാറിയിരിക്കുവാണ് എന്ന ചിന്തയോടുകൂടി ഖുർആനിലും നിസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും മാറിയിരിക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും സൂചിപ്പിക്കുവാനുള്ളത്, റമദാന്റെ ഒടുക്കം അത് ഏറ്റവും മനോഹരമാക്കുവാൻ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നാം അള്ളാഹുവിന് വേണ്ടി ഇനിയുള്ള ചില ദിവസങ്ങൾ, കഴിഞ്ഞു പോയ ദിവസങ്ങൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചാൽ നാം ചിന്തിക്കാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും നൽകുമെന്നുള്ളത് തീർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വദഹു അല്ലാഹു ഖൈറൻ മിൻ. ഒരാൾ അള്ളാഹുവിന് വേണ്ടി വല്ലതും ഉപേക്ഷിച്ചാൽ, അള്ളാഹുവിനെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി വല്ലതും അവൻ ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിനേക്കാൾ ഖൈറായത് അവർക്ക് പകരം നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്ർ അടക്കം പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാവുകളിൽ ഒരുപാട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും പള്ളികളിലും അതുപോലെ തന്നെ ഇബാദത്തുകളിലും ഒഴുകുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സംഭവം കൂടി വിശദീകരിക്കുവാനുള്ളത്, ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരു റമദാനിലെ 27-ാം രാവിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെയും അതുപോലെ തന്നെ പിതാമഹന്റെയും കൂടെ തറാവീഹ് നിസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് ചില ആളുകൾ ലൈലത്തുൽ ഖദ്ർ ആണെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന 27 രാവിൽ ചില യുവാക്കൾ അവർ എല്ലാവരും പള്ളിയിലേക്ക് പോകുമ്പോൾ അവർ തൊട്ടടുത്ത് ഒരു കാറിൽ സംഗീതത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവർ അതിൽ വെച്ച് മ്യൂസിക്കുകളും മറ്റ് ഹറാമുകളും കേൾക്കുകയാണ്. ഈ സമയത്ത് ഷെയ്ഖ് അവരുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല,
എന്നാൽ ആ സംഗീതം ഒന്ന് ഉപേക്ഷിച്ചുകൂടെ, പാട്ടൊന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് അവരോട് ചോദിച്ചു. അങ്ങനെ അവർ പാട്ട് ഓഫാക്കി. ഈ സമയത്ത് ഷെയ്ഖ് ആ കാറിൽ ഷെയ്ഖിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന യുവാവിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ ഏറ്റവും കൂടുതൽ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് നൽകുന്നതിനെ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി, അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണേ. ഈ ഒരു പ്രാർത്ഥന ഷെയ്ഖ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഷെയ്ഖ് ആ വ്യക്തിയോട് ചോദിച്ചു, ഇത് നീ മനഃപ്പാടമാക്കിയോ എന്ന് ചോദിച്ചു. അയാൾ അതേ എന്ന് പറഞ്ഞു. ഷെയ്ഖ് വീണ്ടും അയാളോട് പറഞ്ഞു, എന്നാൽ താങ്കൾ അത് ചൊല്ലൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സാധിച്ചില്ല. ഷെയ്ഖ് വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അങ്ങനെ പഠിപ്പിച്ച് അവസാനം ആ വ്യക്തി അത് കാണാപ്പാടമാക്കി. എന്നിട്ട് ഷെയ്ഖ് അവിടുന്ന് മടങ്ങുമ്പോൾ ആ വ്യക്തിയോട് പറയുന്നത്, ഇത് നീ നിന്റെ ജീവിതത്തിൽ നിരന്തരമായി ചൊല്ലണം, പതിവാക്കണം എന്നുള്ളതാണ്. പിന്നീട് 5-6 വർഷങ്ങൾക്ക് ശേഷം ഷെയ്ഖ് പറയുകയാണ്, 5-6 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രോഗ്രാം കഴിഞ്ഞ്, ഒരു ദൗറ കഴിഞ്ഞ് ഷെയ്ഖ് മടങ്ങുമ്പോൾ ആ പ്രോഗ്രാമിന്റെ സംഘാടകരിൽ ഒരാൾ ഷെയ്ഖിനെ വന്ന് കാണുകയാണ്. വളരെ താടിയും തൊപ്പിയൊക്കെ ധരിച്ച അയാൾ വന്നിട്ട് ഷെയ്ഖിനോട് പറയുകയാണ്, പണ്ട് ഇന്ന സന്ദർഭങ്ങൾ, ഇന്ന കാറിൽ വെച്ച് ഇങ്ങനെ ഉണ്ടായ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് ചോദിച്ചു. ഷെയ്ഖ് പറഞ്ഞു, ആ ഓർമ്മയുണ്ട്, ആ വ്യക്തിയാണ് ഞാൻ. താങ്കൾ അന്ന് പറഞ്ഞ ആ പ്രാർത്ഥന അത് ഞാൻ നിരന്തരം ചൊല്ലിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഹിദായത്ത് നൽകി. അന്ന് സംഗീതം ആസ്വദിച്ച ഹറാമുകളിൽ മുഴുകിയിരുന്ന ആ യുവാക്കളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥന ഞാൻ പതിവാക്കിയപ്പോൾ അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകി, എനിക്ക് വെളിച്ചം നൽകിയെന്ന് ഷെയ്ഖിനോട് പറയുകയാണ്. ഈ സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് പറയുന്നത്, നിങ്ങൾ ഈ ഒരു മെസ്സേജ്, ഈ ഒരു സന്ദർഭം ആളുകളോടൊക്കെ പറയണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ഒരുപാട് ഖൈറുകൾ വരും, ഒരുപാട് തിന്മകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ളതാണ്. ആ ഒരു രൂപത്തിൽ ലൈലത്തുൽ ഖദ്റിനെയും ഇനിയുള്ള ദിവസങ്ങളെയും ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നാം പരമാവധി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسول الله الأمين وعلى آله وصحبه أجمعين. أما بعد أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം, നോമ്പിന് ശേഷം സത്യവിശ്വാസികൾക്കുള്ള ആഘോഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി നൽകിയ സന്തോഷ ദിനമായ ഈദുൽ ഫിത്ർ അഥവാ ചെറിയ പെരുന്നാൾ എന്നുള്ളത്. ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച ഈദുൽ ഫിത്ർ ആണെങ്കിൽ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ചില സുന്നത്തുകളും അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് 2 ആഘോഷമാണ് അനുവദനീയമാക്കി തന്നത്. നമുക്കറിയാം, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അതിനു പുറമെയുള്ള എല്ലാ ആഘോഷങ്ങളും, മറ്റു മതസ്ഥരാകട്ടെ എല്ലാ ആഘോഷങ്ങളും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിന് പരിധിയും ചിലതിന് വിലക്കുമുള്ളതാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് ലഭിക്കുന്ന അള്ളാഹു അനുവദനീയമാക്കിയ ആ സന്തോഷ ദിനം അത് ഏറ്റവും നന്നായിട്ട് സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ചില സുന്നത്തുകളുണ്ട്. ആ നാം നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ നാം അവിടെ നിയ്യത്ത് വെക്കുമ്പോൾ നമുക്കവിടെ കൂലി കിട്ടുമെന്നുള്ളതാണ്. നാം പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ സാധാരണ കുളിച്ചുകൊണ്ടാണ് പോകാറുള്ളത്. ഒരു ആദത്ത്, ഒരു പതിവുള്ള കാര്യം എന്നതിലുപരി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്നൊരു നിയ്യത്തോടു കൂടി നാം കുളിക്കുമ്പോൾ ആ കുളിയിൽ പോലും നമുക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജുമുഅ ദിനത്തിനും അതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിനും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്രം ഉണ്ടായിരുന്നെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പെരുന്നാൾക്ക് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുവാനും അത് വാങ്ങുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവസാന 10ലേക്ക് പലരും ഡ്രസ്സുകൾ വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയുള്ള രാപ്പകലുകൾ അതിൻ്റെ ഒരു പ്രാധാന്യം നാം സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനിയും ഡ്രസ്സ് വാങ്ങാത്തവർ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അവർ കഴിയുന്നതും റമളാന്റെ പകലുകളിൽ വാങ്ങുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. രാത്രികളിൽ ഒരിക്കലും
സത്യവിശ്വാസികൾ എന്ന നിലക്ക് നാം അങ്ങാടികളിൽ മുഴുകേണ്ടവരോ അല്ലെങ്കിൽ ഒരുപാട് സമയം വെറുതെ ചിലവഴിക്കേണ്ടവരല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി രാത്രി മാറ്റി വെക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങാടികളിലേക്ക് പോകേണ്ടവർ അവർ പകലുകളിൽ ആ സമയം ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് നല്ല സുഗന്ധം പൂശി, നല്ല അത്തർ പൂശി, നല്ല പരിമളം ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ അറിവുള്ളവരെ സമീപിച്ചപ്പോൾ അവരെല്ലാവരും പെരുന്നാൾ ദിനത്തിൽ സുഗന്ധം പൂശുന്നത് സുന്നത്താക്കിയിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഈദുൽ ഫിത്റുമായി ബന്ധപ്പെട്ട പലരും ചിലപ്പോൾ മറന്നുപോകുന്ന അശ്രദ്ധയിലാകുന്ന ഒരു സുന്നത്താണ് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ബലി പെരുന്നാൾ ദിനത്തിൽ ഈദുൽ അദ്ഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമായിരുന്നു ഭക്ഷിച്ചിരുന്നത്. എന്നാൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഈത്തപ്പഴമെങ്കിലും കഴിക്കുമായിരുന്നു. ഒറ്റയായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചിരുന്നത്. അതോടൊപ്പം നിരന്തരമായി തക്ബീർ ചൊല്ലുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ശവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽ ചെറിയ പെരുന്നാൾ നിസ്കാരം അവസാനിക്കുന്നത് വരെ തക്ബീറുകൾ മുഴക്കുക എന്നുള്ളത് സഹാബാക്കളുടെ ശൈലിയിൽപ്പെട്ടതായിരുന്നു, അവരുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു. ഏറ്റവും നല്ല രൂപം എന്നുള്ളത് ഒരാൾ പറഞ്ഞ് ഏറ്റു പറയുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ദീനിന്റെ ഇസ്സത്ത്, പ്രതാപം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി വളരെ ഉച്ചത്തിൽ എല്ലാവരും സംഘടിതമായിക്കൊണ്ട് തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളതാണ്. അതുപോലെ നേരത്തെ ഈദ്ഗാഹിലേക്ക് പോവുക. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മുസല്ലയിലേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചതിന് ശേഷം നേരത്തെ പോകേണ്ട ഒരു സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യൻ ഉദിച്ചതിന് ശേഷമായിരുന്നു മുസല്ലയിലേക്ക് പോയിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ നബിക്ക് മുമ്പ് മറ്റു പലരും എത്തിയതായി കാണുവാൻ സാധിക്കും. അപ്പോൾ സഹാബാക്കൾ വളരെ നേരത്തെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി എത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പെരുന്നാളിന് നടന്നു പോകുന്നത് സുന്നത്താണ് എന്നുള്ളതാണ്. പെരുന്നാളിന് വളരെ ദൂരമില്ലാതെ അടുത്താണെങ്കിൽ നമുക്ക് നടക്കുവാൻ പറ്റുന്ന അത്ര ദൂരമുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടേക്ക് നടന്നു പോവുക എന്നുള്ളത് തക്ബീറുകൾ മുഴക്കി സംഘടിതമായിക്കൊണ്ട് നമ്മുടെ ദീനിന്റെ ഇസ്സത്ത് വെളിവാക്കുന്ന രൂപത്തിൽ നടന്നു പോവുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. എന്നാൽ നേരെ മറിച്ച് വളരെ ദൂരെയാണെങ്കിൽ അവർക്ക് അവരുടെ വാഹനം, വണ്ടി ഉപയോഗിക്കുന്നതിൽ കൊണ്ട് കുഴപ്പമില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് സന്തോഷത്തിന്റെ ദിനമാണ്. എന്നാൽ സഹോദരങ്ങളെ, ശരിക്കും ചെറിയ പെരുന്നാൾ ദിനത്തിൽ ആർക്കാണ് സന്തോഷമുണ്ടാവുക? കഴിഞ്ഞ 30 ദിവസം ഒരു റമളാൻ ലഭിച്ചിട്ട് എൻ്റെ റബ്ബിലേക്ക് മടങ്ങുവാൻ, എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുവാനെല്ലാം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഈമാൻ വളർത്തിയെടുക്കുവാനും അത് പുതുക്കുവാനുമെല്ലാം നാം പരിശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു രൂപത്തിൽ റമളാനെ ഉപയോഗപ്പെടുത്തിയ ആൾക്ക് മാത്രമാണ് ശരിക്കും ചെറിയ പെരുന്നാളിന് മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. മറ്റു ചില ആളുകൾ അവർ റമളാനിലെ രാവിലും പകലിലുമെല്ലാം വ്യക്തമായ കാര്യങ്ങളിൽ, ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിൽ വേണ്ടത്ര റമളാനെ ഗൗനിക്കാതെ അവർ വ്യക്തമായ കാര്യങ്ങളിലുണ്ട്. എന്നാൽ പെരുന്നാൾ വരുമ്പോൾ അവരും ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു സന്തോഷമുണ്ട്, മനസ്സിന്റെ ഉള്ളിലുള്ള സംതൃപ്തിയുണ്ട്. അത് ലഭിക്കുക റമളാൻ ഉപയോഗപ്പെടുത്തി അതിനനുസരിച്ച് ചെറിയ പെരുന്നാളിലേക്ക് കയറുമ്പോൾ അത് അള്ളാഹു നമുക്ക് നൽകിയ ഗിഫ്റ്റാണ്, ഒരു സന്തോഷ ദിനമാണ്. ഇത്രയും കാലം അള്ളാഹുവിന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെച്ചതിന് അള്ളാഹു നൽകിയ ഗിഫ്റ്റാണ് ചെറിയ പെരുന്നാൾ എന്നുള്ളത്. അത്തരത്തിൽ ചെറിയ പെരുന്നാൾ സ്വീകരിക്കണമെങ്കിൽ റമളാനിൽ നാം അത്രത്തോളം ശ്രദ്ധ കൊടുക്കണം, ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതിനോടൊപ്പം നാം പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നാം ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു പോയി. കഴിഞ്ഞ 2.5 ആഴ്ച 3 ആഴ്ച നാം ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു പോയി. എന്നാൽ ഈ കർമ്മങ്ങളെല്ലാം എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നാം സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ആരും നിങ്ങളുടെ അമലുകൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ പോവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നബിയെ താങ്കളും അങ്ങനെയാണോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഞാനും എൻ്റെ അമലുകൾ കൊണ്ട് ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോവുകയില്ല, മറിച്ച് ഇല്ലാ യതഗമ്മദിനി അല്ലാഹു ബിറഹ്മതിഹി, എൻ്റെ റബ്ബ് അവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയാൽ, എന്നെ പൊതിഞ്ഞാൽ മാത്രമേ എനിക്കും സ്വർഗ്ഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നാം എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും, എത്ര സ്വതക്ക നൽകിയാലും, എത്ര നിസ്കാരങ്ങളും ഖിയാമുൽ ലൈലും നോമ്പുകളും നിർവഹിച്ചാലും അള്ളാഹു സ്വീകരിക്കണം. അത് സ്വീകരിക്കുവാൻ വേണ്ടി, അള്ളാഹു സ്വീകരിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. സലഫുകൾ അവർ റമളാൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിൽ റമളാൻ ചെയ്ത് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു രൂപത്തിൽ
ആ ഒരു ഭയം ഉള്ളിൽ ഉണ്ടാകണമെന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. നാം ഒരിക്കലും സൽക്കർമ്മങ്ങളിൽ പിന്നിലാകരുത്. അള്ളാഹു സ്വീകരിക്കില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും നാം സൽക്കർമ്മങ്ങളിൽ പിന്നിലാകരുത്. മറിച്ച് ഇഖ്ലാസോടുകൂടി ചെയ്യുക, ഒരുപാട് സ്വതഖകൾ നൽകുക, ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിക്കുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ എല്ലാ രാത്രിയിലും നമ്മൾ കഴിയുന്ന രൂപത്തിൽ സ്വതക്ക നൽകുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ആ ദിവസത്തിൽ നമുക്ക് സ്വതക്ക നൽകിയതായ നമ്മുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പള്ളികൾക്ക് വേണ്ടി നാം ഒരുപാട് സ്വതക്ക നൽകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയാണ് നാം സൂചിപ്പിക്കുകയാണ്. പള്ളിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം മരിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സ്വതക്കകളിൽ പെട്ടതാണ് പള്ളികളിലേക്കുള്ള സ്വതക്ക, മദ്രസകളിലേക്കുള്ള സ്വതക്ക എന്നുള്ളത്. ഇനി ആളുകൾക്ക് മുമ്പിൽ വെച്ച് കൊടുക്കുവാൻ മടിയുണ്ടെങ്കിൽ, സ്വന്തത്തിൽ ലോകമാന്യത ഭയക്കുന്നെങ്കിൽ, എന്നും രാത്രി ആരും കാണാതെ ഞാനും എൻ്റെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി എന്നൊരു ബോധത്തോടു കൂടി പള്ളിയിലേക്ക് സ്വതക്ക നൽകുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ലൈലത്തുൽ ഖദ്റാണെങ്കിൽ സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് അത് മാത്രം മതിയാകും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ആ ഒരു രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ഇനിയുള്ള ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും റമദാനിൽ നേടിയെടുക്കേണ്ട തഖ്വ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ, റമദാനിൽ വന്നിട്ടുള്ള അബദ്ധങ്ങൾ, അതെല്ലാം ഗഫാറായ അള്ളാഹു നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നാം ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തിന്മകളും പാപങ്ങളും ഗഫാറായ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്താലും മറ്റു കാരണത്താലും പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ മർഹമത്തും റഹ്മത്തും ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും മക്കൾക്കുമെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാസ ലോകത്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനവും അവരുടെ നിർഭയത്വമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.